പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് വന്ദനം അറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. യേശു കർത്താവ് പറഞ്ഞൊരു വചനം ഇങ്ങനെയാണ്: എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ജീവൻ നൽകുന്ന നദി ഒഴുക്കുന്നവനാണ് ദൈവം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു വ്യക്തി, അർത്ഥപ്രാണനായ വ്യക്തി, നിരാലംബനായ ഒരു വ്യക്തി, അതേ എല്ലാവരാലും ഒറ്റപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അതേ വേദനിപ്പിക്കപ്പെടുകയും ചെയ്തതായ ഒരു വ്യക്തി, ആ വ്യക്തി യേശു കർത്താവിലേക്ക് നോക്കിയാൽ ആ വ്യക്തിയിലേക്ക് കടന്നു വരുന്ന ഒരു ജീവജലത്തിന്റെ നദിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുന്ന ഒരു ദൈവമൈതന്റെ ഹൃദയത്തിലേക്ക് പറഞ്ഞുവിടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ ജലത്തിനെ കുറിച്ച് പറയുന്നു, അത് ജീവൻ നൽകുന്നതാണ്. സ്തോത്രം. ജീവനില്ലാത്ത പ്രാണികളിലേക്ക് ജലം ഒഴുകി വരുമ്പോൾ അതിന് ജീവൻ വെക്കുന്നത് പോലെ ജീവജലത്തിന്റെ നദിയാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചാവാറായ ശേഷിപ്പുകളിലേക്ക് കടന്നു വരുമ്പോൾ ജീവൻ തുടിച്ചെഴുന്നേൽക്കുന്നത് പോലെ. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് പറയാ, എന്നിൽ വിശ്വസിക്കുന്നവന്. ഇന്ന് പകൽക്കാലം വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ വിശ്വാസം ആരില? നിങ്ങളുടെ വിശ്വാസം മറ്റേതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഉയർന്നു വരാൻ കഴിയത്തില്ല. എന്നാൽ യേശു കർത്താവിലുള്ള വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം, ആ വിശ്വസിക്കുന്നവന്റെ മേലേക്ക് സൗജന്യമായി പറഞ്ഞു വിടുന്ന ദൈവികമായ ശക്തിയെ കുറിച്ച് ഞാൻ പറയുന്നു. ആ ദൈവശക്തി നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല പ്രശ്നത്തിനും അത് പരിഹാരമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ പാപിയായ മനുഷ്യൻ മരിച്ച മനുഷ്യന് തുല്യമാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപ സ്വഭാവമുള്ളവൻ അർത്ഥാൽ അവൻ മരിച്ചവനാ. ആ മരിച്ചവനായ ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുകൊണ്ടല്ലേ യേശു കർത്താവ് ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ നാറ്റം വെച്ച ലാസർ പുറത്തേക്ക് വരാൻ കാരണം എന്താ? യേശു കർത്താവിൽ കൂടെ വ്യാപരിക്കപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഇന്നത്തെ നിങ്ങളുടെ സകല ജോലി മേഖലകളിലും നിങ്ങളുടെ സകല ആവശ്യങ്ങളിൽ മേലും ഇറങ്ങി വരുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം, ദൈവാത്മാവിന്റെ വ്യാപാരം, ദൈവ കൃപയുടെ വ്യാപാരം, അത് നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഉറങ്ങുന്നവരെ മരിച്ചവരുടെ നീ ഒന്ന് എഴുന്നേൽക്ക. സഹോദര സഹോദരി, നിങ്ങൾ എന്റെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ഉറങ്ങുന്ന അനുഭവമാണോ? നിങ്ങളെ പല പ്രയാസങ്ങളാൽ നിങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോയതാ. ഏലിയാവ് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ചില ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടഭാരങ്ങൾ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ നിങ്ങളെ ഉറക്കിക്കളഞ്ഞിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് പറയുന്നു, കർത്താവിൽ നിന്നും നീ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിൽ നിന്നും നിന്നിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അത്യന്തം പരമായ ദൈവങ്ങളുടെ ശക്തിയുണ്ട്. ലാസറിനെ പുറത്തു കൊണ്ടുവന്ന ശക്തി, ആദിമമായ ദൈവകൃപയുടെ ശക്തിയാൽ, യേശു കർത്താവിന്റെ ആജ്ഞയാൽ അനേകർ വിടുവിക്കപ്പെട്ടതുപോലെ ഇന്നും ആ വിടുതൽ നടക്കപ്പെടുന്നു. അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക.
ആ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറട്ടെ, നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. യോർദാൻ അതേ ചെങ്കടൽ അതേ തിരമാലകൾ പോലെ അവർ അടിച്ചുയർന്നപ്പോൾ മോശ അതേ വടി നേരെ നീട്ടി കൽപ്പിച്ചപ്പോൾ അതിൽ കൂടെ വ്യാപരിച്ച ഒരു ശക്തിയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ചെങ്കടൽ രണ്ടായി മാറിയില്ലേ? ഇന്ന് പകൽക്കാലം ഏത് പ്രതികൂലത്തെയും അതിജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലേ കഴിയത്തു. നിങ്ങൾ വിശ്വസീര്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ മേൽ ജീവജലത്തിന്റെ നദി ഒഴുകും. ഈ പകൽക്കാലം നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളൊരു ദൈവവൈതലാണോ? സഹോദര സഹോദരി, നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ എഴുന്നേറ്റൊന്ന് ഒന്ന് പാടിക്കാട്ട്, ഒന്ന് ആരാധിച്ചാട്ട്, നിങ്ങളൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ രോഗിയായി കിടക്കയിൽ അനേക നാളുകളായി കിടക്കുകയാണോ? സഹോദര സഹോദരി, കുഞ്ഞെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ നാവ് ചലിപ്പിച്ച് യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാമോ? നിങ്ങളിൽ ഇപ്പോൾ തന്നെ ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. നിങ്ങളുടെ പാപമോചനത്തിനായി നിങ്ങളൊരു കർമാചാരങ്ങളോ നേർച്ച കാഴ്ചകളോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളായിരിക്കുന്ന ഇടത്ത് തന്നെ നിന്നുകൊണ്ട് യേശു കർത്താവിനെ ഒന്ന് ഹൃദയത്തിൽ ഒന്ന് വിശ്വസിച്ച് ഒന്ന് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റും. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, യേശു കർത്താവ് നിങ്ങളിലേക്ക് ജീവജലത്തിന് നദി ഒഴുക്കാൻ പോകുന്നു. വിശ്വസിക്കുക, അത് ഏറ്റെടുക്കുക, അത് നിങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ജീവനുള്ള ഒരു വ്യക്തിയായി മുൻപോട്ട് പോയി അനേക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.